ഏഷ്യൻ കോണ്ടിനെൻറ്റിലും യൂറോപ്യൻ കോണ്ടിനെൻറ്റിലായിട്ട് നടന്ന 2 യുദ്ധങ്ങൾ, ഉക്രൈൻ യുദ്ധം, അതുപോലെ അമേരിക്കയുടെ ഇറാൻ അധിനിവേശം. ഈ അധിനിവേശനങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് സാമ്പത്തിക പുരോഗതിയിലേക്ക് വന്ന ഒരു രാജ്യമുണ്ട്, നോർത്ത് കൊറിയ. നോർത്ത് കൊറിയ എന്നാൽ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ കൊറിയൻ പെനിൻസുല നോർത്ത് കൊറിയ സോവിയറ്റ് യൂണിയൻ്റെ ചേരിയിലും അതുപോലെ തന്നെ സൗത്ത് കൊറിയ അമേരിക്കൻ ചേരിയിലുമായി ഡിവൈഡ് ചെയ്യപ്പെട്ടു. 2 കൊറിയ എന്ന ഒറ്റ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. അതിൽ സൗത്ത് കൊറിയ അമേരിക്കയുടെ കൺട്രോളിലും അതുപോലെ തന്നെ നോർത്ത് കൊറിയ സോവിയറ്റ് യൂണിയൻ്റെ കൺട്രോളിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് മുതൽ നോർത്ത് കൊറിയയുടെ പരമോന്നത നേതാവ് കിം ഇൽ സുങ് ആയിരുന്നു. കിം ഇൽ സുങ് 48 കൊറിയയുടെ പരമോന്നത നേതാവായി ഇരിക്കുകയും പിന്നീട് 72 കൊറിയയുടെ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുകയും എറ്റേണൽ പ്രസിഡൻ്റായിട്ട് എല്ലാ കാലത്തെയും പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തെ അവരോധിക്കുകയും ചെയ്തു. 1994 കിം ഇൽ സുങ്ങിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ കിം ജോ ഇൽ പ്രസിഡൻ്റായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ കിം ജോ ഉൻ 2011 ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു രാജവാഴ്ച പോലെ തന്നെ ഒരു ഹൈറാർക്കിയിലാണ് ഈ ഭരണം വരുന്നത്. അപ്പോൾ അവിടെയുള്ള ഏക പാർട്ടി കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയാണ്. ആ വർക്കേഴ്സ് പാർട്ടിയുടെ തലവനും പ്രസിഡൻറ്റും ഇപ്പോൾ കിം ജോ ഉൻ തന്നെയാണ്. പക്ഷേ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ GDPയുടെ വലിയൊരു ശതമാനം ചിലവാക്കുന്നതും മൊത്തമായിട്ട് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാനാണ്, ആയുധങ്ങൾ ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ അത് ഒരു അണ്വായുധ ശക്തിയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഈ പണം മുഴുവനായിട്ട് GDPയുടെ 23% ചിലവാക്കുന്നത് ആയുധങ്ങൾ ഉണ്ടാക്കാനാണ്. ഏകദേശം ജനസംഖ്യയിലെ 4 ഭാഗം പട്ടാളക്കാരാണ്. അതായത് 25 പേരിൽ ഒരാളെങ്കിലും ഒരു സോൾജിയറാണ് ആ രാജ്യത്ത്. അതുപോലെ അതിൻ്റെ പട്ടാളത്തിൻ്റെ എണ്ണമാണെന്നുണ്ടെങ്കിൽ 1.8 മില്യനാണ് അവരുടെ പട്ടാളക്കാർ. ലോകത്തിലെ 4ാമത്തെ ആയുധശക്തിയും അതുപോലെ ആണവായുധ ശക്തിയുമാണ് നോർത്ത് കൊറിയ. പക്ഷേ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ തോതിൽ അളവറ്റ പണം ഈ ആയുധങ്ങൾക്കും മിലിറ്ററിക്ക് വേണ്ടി ചിലവാക്കുന്ന സമയത്ത് മറ്റെല്ലാ സെക്ടറിലും അത് പിന്നോട്ട് പോയി. ജനങ്ങളുടെ ജീവിതമാർഗം കൃഷിയും അനുബന്ധ കാര്യങ്ങളുമാണ്. അപ്പോൾ ഗ്രാമങ്ങളിലെ ആളുകൾ വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ മറ്റ് മിലിറ്ററി പവർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇൻഡസ്ട്രീസിലാണ്. അതും മൈനിങ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള വ്യവസായങ്ങളിൽ നിന്ന് അവർ ധാരാളം ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയലി വളരെയധികം ഡെവലപ്മെൻ്റ് ആണ്. ആയുധശേഷിയിലും വളരെ ഡെവലപ്ഡാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു. കാരണം ഈ ഗ്രാമങ്ങളിലൊന്നും തന്നെ പലപ്പോഴും കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഈ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചിട്ട് ഈ കോവിഡ് കാലത്ത്, പക്ഷേ കോവിഡ് വലിയ രീതിയിൽ ബാധിക്കാത്ത രാജ്യമാണ് കൊറിയ. കാരണം നോർത്ത് കൊറിയയിലേക്ക് ഉള്ള വിദേശികളുടെ വരവും പോക്കും വളരെയധികം നിയന്ത്രിതമാണ്. ടൂറിസം ഇൻഡസ്ട്രി അപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ കൊറിയയെ കോവിഡ് ബാധിച്ചിരുന്നില്ല. പക്ഷേ കൊറിയൻ എക്കണോമിയെ അത് വലിയ രീതിയിൽ ബാധിച്ചു. കൊറിയയിലെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചിട്ട് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് കിം ഇൽ സുങ്ങിൻ്റെ കൊച്ചുമകനായിട്ടുള്ള കിം ജോ ഉൻ അവരുടെ പാർലമെൻറ്റിൽ തന്നെ വളരെ വികാരപരമായി സംസാരിക്കുകയും ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ 2021 പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷമാണ് ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത്. ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതോടുകൂടി തന്നെ റഷ്യക്ക് വളരെയധികം ആയുധങ്ങൾ നിർമ്മിച്ച് നൽകാനുള്ള കരാറുകൾ നോർത്ത് കൊറിയയ്ക്ക് ലഭിച്ചു. ആ കരാറുകളിലൂടെ അവരേകദേശം $10 ബില്യൺ പണമാണ് അവർക്ക് സ്വരൂപിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിലോടുകൂടി തന്നെ ചൈനയുമായിട്ട് നേരത്തെ തന്നെ നയതന്ത്ര ബന്ധമുണ്ടായിരുന്ന നോർത്ത് കൊറിയ ചൈനയുമായിട്ടുള്ള വ്യാപാരം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ ചൈനീസ് കമ്പനികൾ പല പ്രോഡക്റ്റുകളും ഈ നോർത്ത് കൊറിയയിൽ നിർമ്മിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഈ 2021 ശേഷം 22-23 കാലഘട്ടങ്ങളിലാവുമ്പോഴേക്ക് ഇപ്പോൾ റഷ്യയിൽ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തന്നെ ഈ കൊറിയൻ ട്രൂപ്പുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അവർ നേരത്തെ സ്വരൂപിച്ച് വെച്ചിരുന്ന ഈ ആയുധങ്ങളും അതുപോലെ വലിയ ഒരു ആയുധ നിർമ്മാണ ഇൻഡസ്ട്രിയും റഷ്യയുമായിട്ടുള്ള കച്ചവടത്തിൽ വളരെയധികം അവർക്ക് ലാഭം ലഭിച്ചു.
പിന്നീട് ചൈനയുമായിട്ടുള്ള വ്യാപാരം പോസ്റ്റ് കോവിഡ് പീരീഡിൽ വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ നോർത്ത് കൊറിയൻ എക്കോണമിക്ക് വലിയൊരു ഊർജം ലഭിച്ചു. അതിപ്പോൾ അവർ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടൂറിസം ഇൻഡസ്ട്രിയിലേക്കും അതുപോലെ മറ്റു വ്യവസായങ്ങളുടെ വളർച്ചയിലേക്കും ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിലേക്കുമായിട്ടാണ് ഇപ്പോൾ അവർ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നത്. അതിനാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോൾ 2025-26 പീരീഡിൽ അവരുടെ GDP ഗ്രോത്ത് 3.7% വരെ എത്തിയിട്ടുണ്ട്. അത് വലിയ തോതിലുള്ള ഒരു വളർച്ചയാണ്. ഈ വളർച്ച നിലനിർത്താൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലനിർത്താൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇറാൻ യുദ്ധത്തോടുകൂടി മാറി വരുന്ന ഒരു ലോകക്രമത്തിൽ നോർത്ത് കൊറിയക്കെതിരായിട്ട് അങ്ങേയറ്റം ഉപരോധങ്ങൾ ഈ US ഏർപ്പെടുത്തിയിരുന്നു. ഈ ഉപരോധങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് അവർക്ക് ലോക മാർക്കറ്റിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് യുദ്ധങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച രാജ്യമായിട്ട് നോർത്ത് കൊറിയ മാറും. നോർത്ത് കൊറിയയിലെ സാമ്പത്തിക വളർച്ച വലിയ തോതിൽ തന്നെ അതിപ്പോൾ ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് കൊറിയ സമീപഭാവിയിൽ തന്നെ ലോകത്തിലെ ഒരു പ്രധാന വികസിത രാജ്യമായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. അത് ഈ യുദ്ധത്തിൻ്റെ കോണ്ടസ്റ്റിൽ ഇത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പോൾ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ആയുധ നിർമ്മാണത്തിലും ഇൻഡസ്ട്രിയിലും മാത്രം കേന്ദ്രീകരിച്ചിരുന്ന കൊറിയയിലെ സാധാരണ ജനങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ വെറും കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനത അങ്ങേയറ്റം കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു വരുന്നത്. പക്ഷേ ഒരു അവസരം വന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെ നിരയിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണിന്ന് നോർത്ത് കൊറിയ.